ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന യാത്രാ വിവരണം പരിചയപ്പെടാം. പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനും ശ്രമിക്കുക. നമുക്ക് പാഠത്തിലേക്ക് പോകാം. യാത്രാ വിവരണം എന്ന് വെച്ചാൽ എന്താണ് കൂട്ടുകാരി? നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു, എന്തൊക്കെ നമുക്ക് ആ ഒരു യാത്രയിൽ അനുഭവിക്കാൻ കഴിഞ്ഞു, ആ ഒരു നാട്ടിൽ എന്തൊക്കെയാണ് സംസ്കാരങ്ങൾ, അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, അവരുടെ വസ്ത്രധാരണം എങ്ങനെയാണ്, അങ്ങനെ നമ്മൾ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു അനുഭവം എഴുതുന്നതാണ് യാത്രാ വിവരണം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കെ തായാട്ടിന്റെ ഒരു യാത്രാ വിവരണമാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഉയരങ്ങളിലേക്കൊരു യാത്ര. പ്രിയമുള്ള മകനെ, ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7000-ഓളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ. കയറിപ്പോന്നത് പഴനിയിൽ നിന്ന്. പഴനിയിലെത്തിയത് മധുരയിൽ നിന്നും. പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഉദ്യോഗജനകമായിരുന്നു. അടുക്കടുക്കായി മലകൾ. മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞു പുളഞ്ഞ് ചുറ്റിക്കയറുന്ന മലമ്പാത. മലമ്പാതകൾക്ക് തൊട്ടുതാഴെ ചെങ്കുത്തായ താഴ്വരകളും കൊല്ലികളും. ബസ്സിലാണ് യാത്ര. ഈ മലമുകളിലേക്ക് തീവണ്ടിയില്ല. ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആപ്പീസ് കൊടൈക്കനാൽ റോഡാണ്. അവിടെ നിന്നും 75 കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം. ബസ് ചുരം കയറി തുടങ്ങി. ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടികളും യൂക്കാലിപ്സ് മരങ്ങളും. ഇവയ്ക്കിടയിലൂടെ സ്ഫടിക ജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ. താഴെ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാഭമായ നെൽപ്പാടങ്ങൾ. പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരുകൾ. വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റ കൂടുകളെ പോലെ, അല്ലെങ്കിൽ ചിതൽപുറ്റുകൾ പോലെ. ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി. ആകാശത്തേക്ക് ഉയരുകയാണെന്നും. ഒരു വിമാനയാത്ര കണക്കെ. ബസ്സിൽ കണ്ണാടി പലകയുടെ ജനലരികെയാണ് ഞാനിരിക്കുന്നത്. അതുകൊണ്ട് റോഡും റോഡരികും താഴ്വരകളും കൊല്ലുകളും അനായാസമായി കാണാം. തുടക്കത്തിൽ സുന്ദരം എന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധ നൂലിട പിഴച്ചാൽ പൊടി പോലും അവശേഷിക്കാതെ അഗാധതയിൽ വീണു ചാവേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു. ഭയം എന്നെ നിശേഷം കീഴടക്കി. യാത്രക്കാരിൽ പലരും നേരംപോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയുമാണ്. മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ്. അവർ വാ തോരാതെ സംസാരിക്കുകയും മുറക്കി ചുവപ്പിച്ച തൊണ്ണുകൾ കാട്ടി കുളിരെ ചിരിക്കുകയും ചെയ്യുന്നു. അകലെയെങ്ങോ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി താഴുന്ന നീരൊഴുക്കിന്റെ മന്ത്രമധുരമായ സംഗീതം. മരക്കൊമ്പുകളിൽ ചിലങ്ക കിലുക്കുന്ന കുഞ്ഞിളം പക്ഷിയുടെ കളഗാനം. ഇത് രണ്ടും മാത്രമാണ് ബസ്സിന്റെ ഇരമ്പലിനോടൊപ്പം ഉരസിയൊഴുകുന്ന വേറെ ശബ്ദങ്ങൾ. നേരം കഴിയുന്തോറും ചുരങ്ങളിൽ മഞ്ഞ് വീണു തുടങ്ങി. തണുപ്പിന് കനം വെച്ചു. പാടത്തെ നെല്ലോലകളിലും തൊടികളിലും ധനുമാസത്തിൽ പുകയൂതി എത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം. എന്നാൽ ഇവിടെ അതല്ല. തൂവെള്ള നിറമോലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറക് വെച്ചെടുക്കുന്നു. കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റിപ്പറക്കുന്നു. മുന്നിൽ, പിന്നിൽ, മീതെ, കീഴെ, ബസ്സിനു ചുറ്റും. മഞ്ഞിന്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ കയമില്ലാത്ത പാൽക്കടലിലൂടെ ബസ് ഒഴുകുകയാണെന്ന് പ്രതീതിയുളവായി. ഏതോ സ്വപ്നലോകത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നും തോന്നി. മുന്നിലെ വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ബസ് നീങ്ങുന്നത്. ഒരു കൊച്ചു വീടിന്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ. മഞ്ഞിന്റെ കണ്ണാടി പലക മുഖം മറച്ചു നിൽക്കുന്നു. കണ്ണാടിപ്പലകയുടെ കൂട്ടിനകത്ത് ബസ്സിന്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിന്റെ മുളക്കം പോലെ ചെകിടടപ്പിക്കുന്നു. തണുപ്പാണെങ്കിൽ അസഹ്യം. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. ബസ് കൊടൈക്കനാൽ എത്തി. അപ്പോഴേക്കും പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞു കൊടുത്തിരുന്നു. കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്നതിൽ നിന്നും എടുത്ത കെ തായാട്ടിന്റെ ഒരു യാത്രാവിവരണമാണ് കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. പഴനിയിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലെ ചില അനുഭവങ്ങളാണ് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബസ്സിലായിരുന്നു യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7000 അടിയോളം ഉയരമുള്ള കൊടൈക്കനാലിലേക്ക് ബസ്സിൽ പോകുന്ന അനുഭവമാണ് അദ്ദേഹം ഇതിൽ വിവരിച്ചിരിക്കുന്നത്. കൊടൈക്കനാൽ എത്തുന്നത് വരെ വഴിയിലുടനീളം അദ്ദേഹം കണ്ട കാഴ്ചകൾ വളരെ മനോഹരമായി തന്നെ ഈ യാത്രാവിവരണത്തിൽ പറയുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം പദമറിഞ്ഞ്. പാഠഭാഗം വായിച്ച് പുതിയ പദങ്ങൾ കണ്ടെത്തൂ. നിഘണ്ടു നോക്കി അർത്ഥം മനസ്സിലാക്കി കുറിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിലെ ചില പദങ്ങൾ നോക്കാം. അതിന്റെ അർത്ഥവും ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ചെങ്കുത്തായ. ചെങ്കുത്തായ എന്ന് വെച്ചാൽ കുത്തനെയുള്ള. കൊല്ലി, മലയിടുക്ക്. ഹരിതാപം, പച്ചപ്പിന്റെ ഭംഗിയുള്ള. അനായാസം എന്ന് വെച്ചാൽ ആയാസം കൂടാതെ. നിശേഷം, ബാക്കി വയ്ക്കാതെ. അഗാധത, ആഴം. നിത്യവേല, എന്നും ചെയ്യുന്ന ജോലി. പടലം, കൂട്ടം. തൊണ്ണ്, മോണ. വിദൂര വീക്ഷണം, അകലെയുള്ള കാഴ്ച. അടുത്ത പ്രവർത്തനം വാക്കിൽ തെളിയും ചിത്രങ്ങൾ. മലയാളത്തിന്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാട് നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകളെ ഇങ്ങനെയാണ് ആവിഷ്കരിച്ചത്. തടികൾ അടുക്കി വെച്ചതുപോലെ തടിയൻ മുതലകൾ. കാറ്റു നിറച്ച തോൾസഞ്ചികൾ പോലെ ഹിപ്പോകൾ. ഈ പാഠഭാഗത്തിലും ഇത്തരം വാക്യങ്ങളുണ്ട്. അവ കണ്ടെത്തി എഴുതൂ. ഇവിടെ നമുക്ക് ഈ ഒരു യാത്രാവിവരണത്തിലും ഇതുപോലെയുള്ള വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണമാണ് കൂരിയാറ്റ കൂടുകൾ പോലെ കൂരകൾ. ഇതുപോലെയുള്ള മറ്റു വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. തൂവെള്ള നിറമോലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയന്ന പക്ഷികളെ പോലെ ചിറക് വെച്ചടുക്കുന്നു. ബസിന്റെ എറുമ്പൽ കൂറ്റൻ കരിവണ്ടുകളുടെ മൂളക്കം പോലെ ചെകിടടപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു യാത്രയിലൂടെ അദ്ദേഹം കണ്ട കാഴ്ചകളെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ അവസാനത്തെ പ്രവർത്തനം നോക്കാം. കത്തെഴുതാം. സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ യാത്രാ വിവരണങ്ങൾ എടുത്ത് വായിക്കുക. അവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്തെഴുതൂ. അപ്പോൾ കൂട്ടുകാരി, നമുക്ക് എസ്.കെ. പൊറ്റക്കാടിന്റെ നൈൽ ഡയറി എന്ന യാത്രാ വിവരണവുമായി ബന്ധപ്പെട്ട ഒരു കത്തെഴുതാം. പ്രിയപ്പെട്ട ആത്മിക, ഇന്ന് സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്നലെ എസ്.കെ. പൊറ്റക്കാടിന്റെ നൈൽ ഡയറി എന്ന യാത്രാ വിവരണം വായിക്കാൻ ഇടയായി. വായനയെ ഏറെ ഇഷ്ടപ്പെടുന്ന നിന്നോട് തന്നെ അതിന്റെ അനുഭവം പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. ഈ യാത്രാ വിവരണം വായിക്കുമ്പോൾ നമ്മളും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തതായി തോന്നും. അത്രയ്ക്കും മനോഹരമായാണ് ഓരോ കാഴ്ചകളെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നത്. നൈൽ നദീ തീരത്ത് അദ്ദേഹം കണ്ട മൃഗങ്ങളെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. തടികൾ അടുക്കി വെച്ചതുപോലെ തടയനായ മുതലകൾ, കാറ്റു നിറച്ച തോൾസഞ്ചികൾ പോലെയുള്ള ഹിപ്പോകൾ, ഫ്രഞ്ച് നർത്തകികളെ പോലെ നൃത്തം ചവിട്ടി നടക്കുന്ന ഒട്ടകപ്പക്ഷികൾ, നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട മാനുകൾ, കോമാളികളായ ബാബൂൺ കുരങ്ങുകൾ, നിറപ്പകിട്ടുള്ള കൂറ്റൻ ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ എന്തു മനോഹരമായിട്ടാണെന്നോ ഓരോ ജീവികളെക്കുറിച്ചും അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. റിപ്പൺ വെള്ളച്ചാട്ടവും മർച്ചീസൺ വെള്ളച്ചാട്ടവും എല്ലാം ഞാൻ നേരിട്ട് കണ്ടതുപോലെ തോന്നി. അദ്ദേഹം കണ്ട കാഴ്ചകളെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചും ഈ യാത്രാവിവരണത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം നീ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ എന്തായാലും വായിക്കണം. നിന്റെ അഭിപ്രായം എന്നെ എഴുതി അറിയിക്കുകയും വേണം. സ്വന്തം ആര്യൻ. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലുള്ള യാത്രാവിവരണങ്ങൾ വായിച്ച് നിങ്ങൾക്ക് കത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് 5ാം ക്ലാസ്സിലെ മറ്റ് പാഠഭാഗങ്ങളുമായി കാണാം. താങ്ക് യു.